നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എത്രയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ സ്നേഹം നിങ്ങൾക്ക് തിരികെ ലഭിക്കാത്തതെന്ന്? അല്ലെങ്കിൽ നിങ്ങൾ ജീവനുതുല്യം സ്നേഹിക്കുന്ന ആ ഒരാൾ എന്തുകൊണ്ടാണ് നിങ്ങളെ മനസ്സിലാക്കാത്തതെന്ന്? മറ്റുള്ളവർ വളരെ സന്തോഷത്തോടെ പ്രണയിച്ചു നടക്കുമ്പോൾ എനിക്കു മാത്രം എന്തുകൊണ്ടാണ് എപ്പോഴും സങ്കടങ്ങളും കണ്ണീരും മാത്രം ലഭിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പലവട്ടം ചോദിച്ചിട്ടുണ്ടാകും. ഒരുപാട് പേർ ഈയൊരവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട്. സ്നേഹത്തിനുവേണ്ടി യാചിക്കേണ്ടി വരിക, നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന നിസ്സഹായത, എല്ലാം അവസാനിച്ചു എന്ന തോന്നൽ. ഇതെല്ലാം വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നിങ്ങളുടെ ചുറ്റുപാടുകളോ നിങ്ങളുടെ തലവരെയോ അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, സത്യം അതാണ്. പ്രപഞ്ചത്തിന് അതിന്റേതായ ചില നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ ഒരു നിയമമാണ് ആകർഷണ നിയമം. ഇത് കേവലം ഒരു അത്ഭുതവിദ്യയോ മാന്ത്രികമോ അല്ല, മറിച്ച് നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഊർജ്ജവും എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ശാസ്ത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം എന്താണോ അതുതന്നെയാണ് നിങ്ങൾ പുറത്തേക്ക് ആകർഷിക്കുന്നത്. നിങ്ങൾ സങ്കടത്തിലും നിരാശയിലുമാണെങ്കിൽ വീണ്ടും വീണ്ടും സങ്കടപ്പെടാനുള്ള സാഹചര്യങ്ങളെ നിങ്ങൾ ആകർഷിക്കും. സ്നേഹമില്ലായ്മയാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ സ്നേഹം ലഭിക്കാത്ത സാഹചര്യങ്ങളെയാകും നിങ്ങൾ ആകർഷിക്കുക. ആകർഷണ നിയമം ഉപയോഗിച്ച് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥ സ്നേഹത്തെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെയും ആകർഷിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ പ്രണയബന്ധങ്ങളെ എങ്ങനെ മാറ്റിയെഴുതും എന്ന് നമുക്ക് നോക്കാം. ആകർഷണ നിയമം പ്രണയത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനു മുൻപ് നമ്മൾ എന്താണ് തെറ്റ് ചെയ്യുന്നത് എന്ന് ആദ്യം തിരിച്ചറിയണം. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും സ്നേഹത്തെ സമീപിക്കുന്നത് ഒരു കുറവിൽ നിന്നാണ്. അതായത്, എന്റെ ജീവിതത്തിൽ സ്നേഹമില്ല, എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഏകാഗിയാണ് എന്ന തോന്നലിൽ നിന്നുമാണ് നമ്മൾ സ്നേഹം അന്വേഷിച്ചു തുടങ്ങുന്നത്. ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്നു. പ്രപഞ്ചം എപ്പോഴും നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ വികാരങ്ങളെയും ഊർജ്ജത്തെയുമാണ് ശ്രദ്ധിക്കുന്നത്. എനിക്ക് സ്നേഹം വേണം എന്ന് നിങ്ങൾ വാവിട്ട് കരയുമ്പോൾ പ്രപഞ്ചം കേൾക്കുന്നത് നിങ്ങളുടെ ആ ആവശ്യകതയെ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഇല്ലായ്മയെയാണ്. എനിക്ക് ഇല്ല എന്ന ഊർജ്ജമാണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നത്. തൽഫലമായി നിങ്ങൾക്ക് ഇനിയും സ്നേഹം നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പ്രപഞ്ചം ഒരുക്കിത്തരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ആകർഷിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ ഈ ഇല്ലായ്മയുടെ ചിന്തയെ മാറ്റിയെടുക്കണം. ഈ വീഡിയോ ഇവിടെ വരെ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നുപോയിട്ടുണ്ടാകാം. ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രണയസംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ചോ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു വലിയ പ്രചോദനമായേക്കാം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാം. സ്നേഹത്തെ ആകർഷിക്കാനുള്ള ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പടി സ്വയം സ്നേഹിക്കുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും പ്രായോഗികമായി പലർക്കും ചെയ്യാൻ കഴിയാത്ത ഒന്നാണിത്. നിങ്ങളെത്തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് വാശിപിടിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ രൂപത്തെക്കുറിച്ചോ നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചോ നിങ്ങൾക്ക് തന്നെ പുച്ഛമാണെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാൾ നിങ്ങളെ എങ്ങനെയാണ് അംഗീകരിക്കുക? ആകർഷണ നിയമം പറയുന്നത് സമാനമായവയെ ആകർഷിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറയെ സ്നേഹം നിറയ്ക്കണം. നിങ്ങളെത്തന്നെ സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങളുടെ കുറവുകളെയും തെറ്റുകളെയും അംഗീകരിക്കുക. നിങ്ങൾ വിലപ്പെട്ട ഒരാളാണെന്ന് സ്വയം വിശ്വസിക്കുക. എനിക്ക് എന്നെത്തന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനാണ് എന്ന് ദിവസവും നിങ്ങളോട് തന്നെ പറയുക. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഊർജ്ജം നിറയുമ്പോൾ സ്വാഭാവികമായും സ്നേഹം നിറഞ്ഞ വ്യക്തികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജ്ജം വളരെ വലുതാണ്. ആ ഊർജ്ജത്തിലേക്ക് ആളുകൾ തനിയെ ആകർഷിക്കപ്പെടും. രണ്ടാമത്തെ പടി വ്യക്തതയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ വ്യക്തതയുണ്ടായിരിക്കണം. പലപ്പോഴും ആളുകൾക്ക് അവർക്കെന്താണ് വേണ്ടത് എന്ന് കൃത്യമായി അറിയില്ല. എനിക്ക് നല്ലൊരാളെ വേണം എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. ഏതു തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ വ്യക്തിയോടൊപ്പമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടേണ്ടത്? ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിൽ കാണണം. ഇനി നിങ്ങളൊരു പ്രത്യേക വ്യക്തിയെയാണ് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലോ അപ്പോഴും ഈ വ്യക്തത പ്രധാനമാണ്. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, സമാധാനം, സുരക്ഷിതത്വം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. അവരുടെ ബാഹ്യരൂപത്തേക്കാൾ ഉപരി ആ ബന്ധം നിങ്ങൾക്ക് നൽകുന്ന വൈകാരികമായ സംതൃപ്തിക്ക് വേണം പ്രാധാന്യം നൽകാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊപ്പം നിങ്ങൾ വളരെ സന്തോഷവാനായിരിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പ്രപഞ്ചത്തോട് ആജ്ഞാപിക്കാൻ നിൽക്കരുത് എന്നതാണ്. മറിച്ച് നിങ്ങളുടെ ആഗ്രഹം വളരെ വ്യക്തമായി പ്രപഞ്ചത്തെ അറിയിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ പടി എന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമായി എന്ന് വിശ്വസിച്ച് ജീവിക്കുക എന്നതാണ്. ഇതിനെ ദൃശ്യവൽക്കരണം എന്ന് വിളിക്കാം. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം തന്നെ സഫലമായി എന്ന് സങ്കൽപ്പിച്ച് ജീവിക്കുക എന്നതാണ് ഇതിന്റെ കാതൽ. ഉദാഹരണത്തിന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊപ്പം നിങ്ങളൊരു യാത്ര പോകുന്നതായോ ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതായോ സന്തോഷത്തോടെ സംസാരിക്കുന്നതായോ ദിവസവും സങ്കൽപ്പിക്കുക.
ഇത് ചെയ്യുമ്പോൾ കേവലം ചിത്രങ്ങൾ മനസ്സിൽ കണ്ടാൽ മാത്രം പോരാ, ആ നിമിഷത്തിലെ വികാരങ്ങളും നിങ്ങൾ അനുഭവിക്കണം. അവരുടെ കൈകൾ പിടിക്കുമ്പോഴുള്ള സ്പർശനം, അവരുടെ ശബ്ദം, അപ്പോഴുള്ള നിങ്ങളുടെ സന്തോഷം, ഇതെല്ലാം വളരെ വ്യക്തമായി അനുഭവിച്ചറിയണം. നമ്മുടെ തലച്ചോറിന് യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ തുടർച്ചയായി ഇത്തരം സന്തോഷകരമായ കാര്യങ്ങൾ സങ്കൽപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം ആ നിലയിലേക്കുയരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വൈബ്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെടും. ഈ വൈബ്രേഷനാണ് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കുന്നത്. ദൃശ്യവൽക്കരണത്തിനു പുറമെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് എഴുത്ത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയുണ്ടാകും എന്ന് ഒരു ഡയറിയിൽ വളരെ വിശദമായി എഴുതുക. അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം എഴുതാൻ. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ വളരെ സന്തോഷവാനാണ്, കാരണം ഞാൻ ആഗ്രഹിച്ച വ്യക്തി എന്റെ ജീവിതത്തിൽ വന്നു. ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് തുടങ്ങാം. ഇതിൽ നിങ്ങളുടെ എല്ലാ വികാരങ്ങളും ഉൾപ്പെടുത്തുക. എഴുതുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ആ ആഗ്രഹത്തിലായിരിക്കും. ഇത് പ്രപഞ്ചത്തിലേക്കുള്ള നിങ്ങളുടെ സന്ദേശം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്ഥിരീകരണങ്ങൾ അഥവാ അഫർമേഷൻസ് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുൻപും ചില പോസിറ്റീവായ വാചകങ്ങൾ നിങ്ങളോട് തന്നെ ആവർത്തിച്ചു പറയുക. ഞാൻ യഥാർത്ഥ സ്നേഹം ആകർഷിക്കുന്നു. എന്റെ പ്രണയബന്ധം ദിവസം പ്രതി കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നിങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കാം. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുകയും നെഗറ്റീവായ ചിന്തകളെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലരും പരാജയപ്പെടുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് വിട്ടുകൊടുക്കൽ. നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടാതിരിക്കുക എന്നതാണ് വിട്ടുകൊടുക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എപ്പോഴാണിത് സംഭവിക്കുക? എങ്ങനെയാണ് ആ വ്യക്തി എന്റെ അടുത്തേക്ക് വരിക? അവർ ഇപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകുമോ എന്നിങ്ങനെ നിരന്തരം ചിന്തിച്ച് വ്യാകുലപ്പെടുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങളിൽ നിന്നും അകറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്തരം ചിന്തകൾ ഉണ്ടാകുന്നത് സംശയത്തിൽ നിന്നാണ്. സംശയമെന്നത് നിഷേധാത്മകമായ ഒരു ഊർജ്ജമാണ്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക, എന്നിട്ട് ആ ചിന്തയെ അവിടെ ഉപേക്ഷിക്കുക. ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടതിനു ശേഷം അത് മുളച്ചോ എന്ന് നോക്കാൻ നമ്മൾ ദിവസവും മണ്ണുമാന്തി നോക്കാറില്ലല്ലോ. നമ്മൾ അതിന് ആവശ്യമായ വെള്ളവും വളവും നൽകി അത് വളർന്നുവരും എന്ന് വിശ്വസിച്ച് കാത്തിരിക്കും. അതുപോലെ തന്നെയാണ് ആകർഷണ നിയമവും. നിങ്ങളുടെ ജോലി ആഗ്രഹിക്കുക, അതിനുള്ള പോസിറ്റീവായ ഊർജ്ജം നിലനിർത്തുക എന്നത് മാത്രമാണ്. അത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിക്കണം എന്നത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ്. ആ ജോലി പ്രപഞ്ചത്തെ ചെയ്യാൻ അനുവദിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏത് രീതിയാണ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഓർക്കുക. പ്രണയബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാകുമ്പോഴോ ആഗ്രഹിക്കുന്ന വ്യക്തി നമ്മളെ പരിഗണിക്കാതിരിക്കുമ്പോഴോ നമ്മൾ പലപ്പോഴും അവരെ കുറ്റപ്പെടുത്താറാണ് പതിവ്. അവർക്ക് എന്നോട് സ്നേഹമില്ല, അവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ പരാതി പറയും. എന്നാൽ ആകർഷണ നിയമം പറയുന്നത് മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനു പകരം നിങ്ങൾ നിങ്ങളെത്തന്നെ മാറ്റുക എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെയും വൈബ്രേഷനെയും മാറ്റുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകവും മാറാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ ഏതോ ഒരു അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമായിരിക്കാം. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും തുടങ്ങുമ്പോൾ മറ്റുള്ളവരും നിങ്ങളെ അതേ രീതിയിൽ തന്നെ പരിഗണിക്കാൻ തുടങ്ങും. ഇതിനർത്ഥം ഒരു വിഷമകരമായ ബന്ധത്തിൽ അന്ധമായി കടിച്ചുതൂങ്ങിക്കിടക്കണമെന്നല്ല. മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം ശുദ്ധമാകുമ്പോൾ നിങ്ങൾക്ക് ശരിയല്ലാത്ത ബന്ധങ്ങൾ തനിയെ നിങ്ങളിൽ നിന്നും അകന്നുപോകുകയും നിങ്ങൾക്ക് അർഹതപ്പെട്ട യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയും ചെയ്യും എന്നതാണ്. ചിലപ്പോൾ നിങ്ങളൊരു പ്രത്യേക വ്യക്തിയെ ആകർഷിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല എന്ന് തോന്നാം. അത്തരം ഘട്ടങ്ങളിൽ നിരാശപ്പെടരുത്. ഒരുപക്ഷെ പ്രപഞ്ചം നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ച മറ്റൊരാളെ കരുതിവെച്ചിട്ടുണ്ടാകാം. നമ്മൾ പലപ്പോഴും നമ്മുടെ കൊച്ചുബുദ്ധികൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരാൾ മാത്രമാണ് നമുക്ക് ഏറ്റവും അനുയോജ്യൻ എന്ന് നമ്മൾ വിശ്വസിക്കും. എന്നാൽ പ്രപഞ്ചത്തിന് നമ്മളെക്കുറിച്ച് നമ്മളെക്കാൾ നന്നായി അറിയാം. അതുകൊണ്ട് എനിക്ക് ഈ വ്യക്തിയെ തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നതിനൊപ്പം തന്നെ ഇതിലും നല്ലതൊന്ന് എനിക്ക് ലഭിക്കാനുണ്ട് എന്നൊരു വിശ്വാസം കൂടി എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. ഇത് നിങ്ങളെ അമിതമായ പ്രതീക്ഷകളിൽ നിന്നും അതുവഴിയുണ്ടാകുന്ന സങ്കടങ്ങളിൽ നിന്നും സംരക്ഷിക്കും. ആകർഷണ നിയമം ഉപയോഗിച്ച് പ്രണയം ആകർഷിക്കുക എന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. ഇതൊരു ജീവിതരീതിയാണ്. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരന്തരം നിരീക്ഷിക്കുകയും അവയെ പോസിറ്റീവായ രീതിയിൽ നിലനിർത്തുകയും വേണം. സങ്കടങ്ങളും നിരാശകളും വരുമ്പോൾ അതിൽ തന്നെ വീണുപോകാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഊർജ്ജം തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം. അതിനായി എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രപഞ്ചത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഇവയ്ക്കൊക്കെ നന്ദി പറയുക. നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം വളരെ വേഗത്തിൽ ഉയർന്ന തലത്തിലേക്ക് മാറും.
ഈ ഉയർന്ന ഊർജ്ജമാണ് കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി ഓർക്കുക. പ്രണയം എന്നത് പിടിച്ചുവാങ്ങേണ്ട ഒന്നല്ല, അത് സ്വയം ഒഴുകിവരേണ്ട ഒന്നാണ്. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക. നിങ്ങൾ നിങ്ങളെത്തന്നെ സ്നേഹിച്ച് നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളൊരു കാന്തം പോലെയായി മാറും. സന്തോഷമുള്ളതും ആത്മവിശ്വാസമുള്ളതുമായ ആളുകളുടെ അടുത്തേക്ക് ആരും തനിയെ ആകർഷിക്കപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയും നിങ്ങളുടെ ഈ പോസിറ്റീവായ മാറ്റം തിരിച്ചറിയുകയും നിങ്ങളിലേക്ക് അടുക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം എത്രത്തോളം ശുദ്ധവും നിസ്വാർത്ഥവുമാണോ, അത്രത്തോളം തീവ്രമായ സ്നേഹം നിങ്ങൾക്ക് പ്രപഞ്ചം തിരികെ നൽകും. ഇന്നുമുതൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. ഇല്ലായ്മയിൽ നിന്നും സമൃദ്ധിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ തിരിച്ചുവിടുക. സ്നേഹം എനിക്ക് ചുറ്റുമുണ്ട്, ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളവനാണ് എന്ന് ദിവസവും വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ഈ മാറ്റം നിങ്ങളുടെ പ്രണയജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാം നിങ്ങളുടെ ഉള്ളിലാണ്, മാറ്റം നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സ്വയം സ്നേഹിച്ചു തുടങ്ങുക. ലോകം നിങ്ങളെ സ്നേഹിക്കുന്നത് കാണുക.